ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊച്ചി നഗരമധ്യത്തിലൂടെ ഈ നട്ടുച്ചക്ക് പൊരിവെയിൽ ഓടിപ്പിടിച്ചിട്ട് എങ്ങോട്ടാ പോകുന്നതെന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. നമ്മൾ പോകുന്നത് കൊച്ചിയിലെ തന്നെ ഏറ്റവും വില കൂടിയ ബിരിയാണികളിൽ ഒന്നായ ജഫർ ബിരിയാണി കഴിക്കാനാണ്. അവരുടെ രവിപുരത്തിലെ ഷോപ്പിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. പിന്നെ ചിലപ്പോൾ നിങ്ങളിപ്പം ചിന്തിക്കുന്നുണ്ടാവും, ഈ മഴക്കാലത്ത് എങ്ങനെയാണ് ഈ പൊരിവെയിൽ നട്ടുച്ച എന്നാണ് ഇവൻ പറയുന്നത്. ഇത് കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. മഴക്കാലം തുടങ്ങുന്നതിന് മുന്നേ എടുത്ത ഒരു വീഡിയോ ആണ്. എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും വൈകിയത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. പലരും ഈ ബിരിയാണി കഴിച്ച് അഭിപ്രായം പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ കഴിച്ചില്ല, ആദ്യമായിട്ടാണ് ഇത് കഴിക്കാൻ പോകുന്നത്. നമ്മൾ അങ്ങനെ ഇപ്പം ഏകദേശം അവിടെ രവിപുരത്തെ ഷോപ്പിലെത്തി. ജഫ് ബിരിയാണി ഫ്ലേവർ ഓഫ് യമൻ എന്നാണ് ഇവരുടെ ക്യാപ്ഷൻ തന്നെ. അങ്ങനെ നമ്മൾ അവിടെ എത്തി കേട്ടോ. ഏകദേശം ഉച്ചക്ക് 2 മണി 2:15 സമയം. അത്യാവശ്യം വലിയ ഷോപ്പ് തന്നെയാണ് അത്. നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ വലിയ തിരക്കൊന്നും കാണുന്നില്ല. ഉച്ചക്ക് നേരം വൈകിയത് കൊണ്ടാണെന്ന്. അങ്ങനെ നമ്മൾ ഇരിക്കുമ്പോൾ ചുമരിലേക്ക് നോക്കുമ്പോൾ മമ്മൂട്ടി, ദുൽഖർ സൽമാൻ, ശ്രീശാന്ത് ഇവരെല്ലാം അവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഉണ്ട് തോന്നുന്നത്. അങ്ങനെ നമ്മളവിടെ ഭക്ഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത്. ടൈം കുറച്ച് ലേറ്റ് ആയതുകൊണ്ടാണെന്നും അറിയില്ല, നല്ല വിശപ്പുണ്ട്. അവർ ആണെങ്കിൽ മറ്റുള്ളവർക്ക് ഫുഡ് കൊടുക്കുന്ന തിരക്കിലാണ്. അങ്ങനെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. ഇവിടെ ആരും ഒന്നും തന്നില്ല, ഇവിടെ ഒന്നും കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടുത്തെ ചേച്ചി വന്നു നമ്മളോട് ഇങ്ങനെ സംസാരിച്ചു. ബിരിയാണി തീർന്നു പോയി, പിന്നെയുള്ളത് അഫ്ഗാനി ചിക്കനും ബിരിയാണി റൈസും ആണ്. ബിരിയാണിയാണ് അവിടുത്തെ സ്പെഷ്യൽ. പിന്നെയുള്ളത് അത് തീരുകയും ചെയ്തു. പിന്നെ എന്താ ചെയ്യുക, നല്ല വിശപ്പം. അങ്ങനെ നമ്മൾ അഫ്ഗാൻ ചിക്കനും ബിരിയാണി റൈസും കൂടി മേടിച്ചു കേട്ടോ. അഫ്ഗാൻ ചിക്കൻ ഇതും ആദ്യമായിട്ട് കഴിക്കുന്നതാണ്. ഒരു വലിയ പീസ് ചിക്കനും ഉണ്ട്. റൈസ് കുറച്ച് ക്വാണ്ടിറ്റി കുറവാണ് കേട്ടോ. നമുക്ക് 250 രൂപ കൊടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള റൈസ് ഫസ്റ്റ് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ 50 രൂപ കൊടുത്ത് അഡീഷണൽ റൈസ് മേടിക്കുക ചെയ്തത് കേട്ടോ. പിന്നെ ഇതാണ് അതിൻ്റെ സലാഡും ഇത്. പിന്നെ ഒരു നാരങ്ങ അച്ചാറും കിട്ടും. ഈ അഫ്ഗാൻ ചിക്കനില്ലേ, നല്ല സോഫ്റ്റ് ചിക്കനാണ്. ഇതിൻ്റെ അകത്തെ മസാല വരുന്നത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സവോള, പുതിന, മല്ലിയില, പിന്നെ കാഷ്നട്ട് ഇതെല്ലാം ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക മസാലയാണ്. അതുകൊണ്ട് ഗ്രേവി നല്ല വൈറ്റ് ഗ്രേവിയാണ്. അധികം മറ്റേ മുളക് പൊടിയും പരിപാടിയും അങ്ങനത്തെ ഇതൊന്നും ഇടുന്നില്ല. അതുകൊണ്ട് എരിവ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇത് എത്രത്തോളം ഇഷ്ടപ്പെടുന്ന അറിയില്ല. പക്ഷേ അങ്ങനെ അധികം എരിവൊന്നുമില്ല. പക്ഷേ ചിക്കനൊക്കെ വളരെ നല്ല സോഫ്റ്റായിട്ട് വരുന്നുണ്ട്. നമ്മുടെ അൽഫാമിൻ്റെ അകത്തിലെ ഗ്രില്ല് ചിക്കനല്ലേ, ഏകദേശം അതേ വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്ത ചിക്കനാണ്. അങ്ങനെ നമ്മൾ ആദ്യമായിട്ടാണെങ്കിൽ അഫ്ഗാനി ചിക്കനും അടുത്ത ജഫർ ബിരിയാണി റൈസും. ഈ റൈസ് തന്നെയാണ് ഇതിൻ്റെ അകത്ത്. നമ്മുടെ ബിരിയാണി മേടിക്കുമ്പോൾ ഇതേ റൈസ് തന്നെയാണ് കിട്ടുക. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, ചിക്കൻ മാത്രമേ മാറ്റുള്ളൂ. അങ്ങനെ നമ്മൾ അവിടുന്ന് ജഫർ ബിരിയാണിയും കഴിച്ച് നല്ലോണം യാത്രയായില്ല. ഏതായാലും അത്യാവശ്യം നല്ല ഫുഡായിരുന്നു, കുഴപ്പമില്ല.